ഏതാ സ്ഥലം? അടിപൊളി റോഡാണ്. ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ ഇങ്ങനെ പോവാം. എന്താ പറയുക, പക്ഷൊരു വളർന്നു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടില്ലേ ഗൈസ്, എന്താ ചെയ്യാം. ഓട്ടുകാർ നേരെ പോകണേന് ഇൻഡിക്കേറ്റർ എങ്ങനെ ഇടുക? ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. എന്താ അപകടമാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതെ, പക്ഷെ ഓല് ഏത് വളവിൽ തിരിച്ചാണെങ്കിലും അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടില്ല. ഇങ്ങനെയാണ് പല അവസ്ഥ. മാറണം, ഓട്ടോക്കാരൊക്കെ മാറണം. നമ്മൾ മാറ്റിയെടുക്കാം, അല്ലേ നമ്മൾ മാറ്റിയെടുക്കല്ലേ. അപ്പോൾ ഇവിടെ കരുത്തുംപാറേൻ്റെ പാർക്കിങ് വരണം നമ്മളെ. അപ്പോൾ ഈ പാർക്കിങ്ങിന് ഇതാ ബൈക്കൊക്കെ ആണെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ പൊടി സാധനമൊക്കെ. അപ്പോൾ ഹെൽമെറ്റൊക്കെ നമ്മൾ സേഫാക്കി വെച്ചാണ്. പിന്നെ ഓൺലൈൻ സർവീസ് ഇസ് നോട്ട് ഗൂഗിൾ പേ ഇല്ല. അങ്ങനെ ടിക്കറ്റ് എടുക്കും. എത്ര ടിക്കറ്റിന് എത്ര? ഒരാൾക്കാണെങ്കിൽ 30. ഇപ്പം ഇവിടെ ഉണ്ട്. എവിടെ? കരിയത്തുംപാറ. സംഭവം അടിപൊളി സ്ഥലം. എങ്ങോട്ടും പോവാം. നമ്മൾ ഫുള്ള് ഇരുന്ന് ഇങ്ങനെ കാണാം. പോരാ കോളേജിൽ പോയി പഠിച്ചത്. പിന്നെ 5:00 ഇവിടെ ക്ലോസ് ചെയ്യണേ. അതിൻ്റെ മുമ്പ് മാക്സിമം എല്ലാവരും രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. ഞങ്ങളെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ, കരയത്തുമാരെ ഇറങ്ങി. പക്ഷേ ക്ലാസ് എടുക്കാൻ മറന്നായി. അപ്പം ഇനി ഒന്നുകൂടി അതേമാതിരി കയറാം. എന്നിട്ട് വണ്ടി പോയി ക്ലാസ് എടുത്തിട്ട് പിന്നെയും വരണം. അവസ്ഥ ആലോചിക്കാണ്. നമ്മൾ മെയിൻ പരിപാടി എന്തെന്ന് ട്രേഡ് നോക്കണം. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ട്രേഡ് നോക്കുക, നമ്മളെ പരിപാടിയൊക്കെ ഉസാറാക്കുക, വരെ പോവാം. ഉപ്പിലിട്ടത് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ വാങ്ങിക്കോളി. കടലിൽ വരുന്ന നമ്മുടെ ചായക്കട. ടിക്കറ്റ് എടുക്കണ അത് അവിടെയാണ് കേട്ടോ. ഉപ്പരുണ്ടില്ലേ അവിടെ. ഇങ്ങോട്ടും ആദ്യം പോവാം. അങ്ങനെ വീണ്ടും പിന്നെ ക്യാമറ ആയിട്ട് വരുന്നോല് ക്യാമറ ഉണ്ട് എന്ന് പറയുന്നത്. അത് ഇൻഫർമേഷൻ വീഡിയോ അല്ല, ഇത് നമ്മൾ പോണ വീഡിയോ. അതൊന്നും നമ്മൾ നോക്കണ്ട. അപ്പം എന്നിട്ട് എന്തൊക്കെയാണ് വർത്താനം? സുഖമല്ലേ? ഫസ്റ്റത്തെ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്ന് അറിയില്ലേ? ചെയ്യുന്നുണ്ട്. അറിയാം. ഓ നല്ല മീൻ കിട്ടോ അവിടെ. മീനുണ്ട്. പക്ഷേ എങ്ങനെ മീൻ കാണിച്ചു തരാ? നമ്മൾ ആൾക്കാർ അങ്ങനെ പോവാ. സ്ഥലം നോക്കി ഏതായാലും നമുക്ക് നമ്മളെ പരിപാടി മെയിനായിട്ട് നോക്കണം. ലാപ്ടോപ്പൊക്കെ അത് അർജൻ്റ് ആയിട്ടുണ്ട്. ട്രേഡ് വെക്കുക, പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കി അർജൻ്റെ കല്യാണത്തിന് അങ്ങനെ എടുക്കണം ഫോട്ടോ. ഷൂ ഒക്കെ കുറച്ച് നന്ദി അടിച്ചത്ത. പക്ഷെ അതൊരു ഇതാണ്. ചെരുപ്പ് ഷൂ ഊരി എടുക്കേണ്ടി വരുമോ? അതിനായിട്ട് നല്ല ആയിക്കൂടെ പോണോ? നമ്മൾ ചാടിയാൽ മതി, അപ്പത്തേക്ക് എത്തും. ചാടിയെത്തുമോ? എങ്ങനെയായാലും വീണാ കഴിഞ്ഞ് പോയേക്കാം. അർച്ച പറഞ്ഞല്ലേ പോയേക്കാം. ആദ്യം ചാടുന്നുണ്ട്. ഞാൻ ചാടില്ല. ആദ്യം പറഞ്ഞ ജഡ്ജന്നെ ചാടും. സൈറ്റ് അടിപൊളി നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കണം. സംഭവം സെറ്റ് അടിപൊളി സ്ഥലം. അർച്ചത് ചാടാ പറഞ്ഞ സ്ഥലം ഏതാ നിങ്ങൾക്ക്? ഈ സ്ഥലം ഇത്ര വെള്ളം വരുന്ന ഈ സ്ഥലത്ത് നിന്ന് അവൻ ചാടാൻ പോകുന്നു. എന്താ ഓക്കെ അവസ്ഥ വയ്ക്കാൻ ഇതാണ് ഷൂ ഇട്ടാനുള്ള പ്രശ്നം. ഇതിട്ട് കറക്കണമെങ്കിൽ ഇതാ പോണ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഓരോ ഷൂട്ട് കാണുമ്പോൾ അവനിങ്ങനെ കയപ്പ്.
നടന്നാലോ അവിടെ കുറച്ചുള്ളൂ ഇവിടെ ആ ഒറ്റ ഒരു മടക്കൂടി മടക്കണ്ടേ കല്ല് വളക്കുണ്ട് നോക്കി കണ്ട് പോരാ മക്കളെ. വലിയൊരു ദൗത്യം തീർക്കാൻ പോകുന്നു. ഷൂട്ടില്ലല്ലോ ശരി. വെള്ളത്തിക്ക് തള്ളിട്ടാലോ? ആ ഏതാ സാധനം വയ്ക്കാന് പോവാൻ നോക്ക്. പോയി 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 ഫൈനലി ഈ റീച്ച് ഹിയർ. എന്താ ഇവിടെ എത്തിയില്ല. ബന്നൂടെ കായ് മൃഗല്ലേ എല്ലാ സാധനം ഉണ്ടേരാ. നീ വിളിച്ചോ ഏതായാലും ഇവിടെ നല്ല അടിപൊളി പോത്ത്. അവിടെ ഒരു നായുണ്ട്. നീ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കവാ. ഇനി പോത്ത് നീച്ചു വരൂടാ. നീ ഇത് കയറുണ്ട് പക്ഷെ മൂട്ടൊന്ന് കടിച്ചാലേ കടിച്ച് സൈറ്റത്തി വിളില്ല. വാലിട്ടതാ. ചാണകം ഉണ്ടാവും ശ്രദ്ധിച്ചാണോ? നാനീച്ച് എൻ്റെ കയറൂടെ കെട്ടി വയ്ക്കാം. ഇമ്മ അതിന് കയറില്ല. സുബ്ഹാനല്ലാ. അവിടെ ഇരിക്ക. വേറെ എന്താ വഴി? അതിന് കയറില്ല. അമ്മ ഓലിക്കണതിൻ്റെ അവിടെ ഇരിക്കാം. പക്ഷെ ഓർക്ക് നല്ല സ്പോട്ട് കിട്ടി. നല്ല സ്പോട്ട്. അപ്പം അമ്മ അങ്ങോട്ട് അങ്ങ് പോവാം. അല്ല അവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. അതാ അവിടെ. ഇനി പോത്തിനെ കെട്ടിട്ടുണ്ട് ആദ്യം. ഇരിക്കാനുള്ളൊരു മാറ്റ് കൂടി എടുത്തില്ല. ഫൈനലി വി ഗോട്ട് എ സീറ്റ്. മച്ചന്മാരെ ആദ്യം നല്ല സീറ്റ് പിടിച്ച് വെച്ചിരുന്നു. ഏതാ സ്ഥലം നോക്കിയാണ് നിങ്ങൾ കേട്ടോ. കൈപ്പടി അറിയ നോക്കല്ലേ പിന്നത്തെ ബാ ഇറങ്ങുന്ന നല്ല സ്പോട്ട് ഇട്ടീന് കേട്ടോ അവിടെ. നീ കളറാക്കാം. നീ നമ്മളെ പരിപാടി നമ്മളെ പരിപാടി കുഴപ്പമൊന്നുമില്ല. തുള്ളി റേഞ്ചില്ല. ഉണ്ടോ? റേഞ്ചും ഇല്ല. പക്ഷേ ഇവിടെ സനകളൊക്കെ കുത്തി തുടങ്ങുന്നുണ്ട്. പക്ഷെ എൻ്റെ ഏതാ കേട്ടല്. പക്ഷെ എൻ്റെ വി അതിൽ പിന്നെ റേഞ്ച് ഉണ്ട് തോന്നുന്നു. ഉണ്ടെങ്കിൽ അമ്മ അതിന് സെറ്റാക്കാം. യെസ് ഓൾറെഡി ഓപ്പൺ ആണല്ലോ. ചാർജ് നോക്കിയാണ്. ചാർജ് എത്ര? 56. നമ്മൾ ട്രേഡ് നോക്കിയല്ലേ. ചാർട്ട് ഓപ്പണായി. കാണില്ലേ? ഉണ്ട് നോക്കിയാണെങ്കിൽ ട്രേഡിങ്. ഓ ഏതാ സ്ഥലം? അടിപൊളി. ഞാൻ എടുക്കണ്ട്. ഫോണൊക്കെ ഒരു തീരുമാനമാണല്ലോ. പോക്കോ ഇപ്പൊ ആയതാ? ശരി. അത് വീട് ഇത് കടുക്കുമ്പോ വീണതാ. കൈക്ക് ഇതും ഞാൻ ഇത് സൈഫാക്കി. അതിന്റെ ഓർമ്മയില്ല. ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടാണ് തപ്പിയത്. അപ്പം എല്ലാരും ഇത് കടുക്കുമ്പോ ഒന്ന് സൂക്ഷിച്ച് കണ്ട് കടന്നു പോരാ. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിന്റെ സെന്ററിക്ക് പോയതാണ്. ഫോണ് പോക്കറ്റിൽ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഇപ്പൊ അവസ്ഥ. പോണ്ട് ഇതന്നെ ഞങ്ങൾ ഈ കണ്ടന്റ് ഇതൊക്കെ തന്നെയാണ്. ലൈവ് പെയിന്റിങ്, ലാൻഡ്സ്കേപ്പ് പെയിന്റിങ് അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് ഫസ്റ്റ് ദിവസമാണ്. ഞങ്ങളും ഫസ്റ്റ് ദിവസമാണ്. അത് ശരി. നമ്മളതിരല്ലേ നാട്ടിലിറങ്ങിയിരിക്കുന്നു. പക്ഷെ കുറച്ചുകൂടി പോയിട്ട് വരച്ചിട്ടില്ല. ലീവ് പറഞ്ഞിട്ട് നല്ല പ്ലാറ്റ്ഫോമാണ്. റീലും കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ലൈക്ക് കൊടുക്കണേ നമുക്ക്
എന്തൊക്കെ ചെയ്യണ്ട ഓരോരുത്തന്മാര് ഹലോ ഗൈസും പറഞ്ഞ അതന്നെ ഓർക്ക് ഇങ്ങനെ പൈസ കേറണുണ്ട്, നമ്മളെ ആലോചിക്കണില്ല. നമ്മളിങ്ങനെ വെറുതെ നമ്മളെ ടൈം പാസിന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ച് കാര്യമില്ല. കോളേജ് ലൈഫ് ഉണ്ടല്ലോ അത് ആ ഒരു ടൈമിലേ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് മൂക്കുമ്പോ നമുക്ക് തോന്നും അല്ല ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ഇയർ കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം എല്ലാ കോളേജിൽ കയറുക. മെയിനായിട്ട് ഇത് നോക്കിയിട്ട് അങ്ങനെ പോയാൽ മതി. പക്ഷെ ആ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇത് മര്യാദക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റു വേറെ ചൊറകളൊന്നുമില്ല. ലീവ് ഉണ്ടാവല്ലോ. ഈ പ്ലസ് ടു തന്നെ കഴിഞ്ഞിട്ട് വലിയ അപ്പം നമ്മള് ചോറിനുള്ള പുറപ്പാടിലാണ്. മക്കളെ ഏതാ വൈബ് നിങ്ങളിങ്ങനെ എല്ലാ സ്ഥലവും കാണിട്ടോ. എന്താ അതിൻ്റെ ഒക്കെ ഇത് നോക്കിയാണ് അർഷത അവിടെ അങ്ങനെ കാണാറില്ല. എന്താ അവിടെ നിസ്കരിച്ചാൽ വണ്ടി ഉള്ളു കൊടുക്കുന്നുണ്ട്. ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് ഈ വണ്ടി പോകണം, ഫുഡ് എടുക്കണം, ഒന്ന് കഴിക്കുക, നമ്മുടെ ബാക്കി പരിപാടികൾ. ട്രേഡ് ചെയ്തും കിട്ടിയിട്ടില്ല ഇതുവരെ. സമയം അറൗണ്ട് 1 മണി കഴിഞ്ഞ് 1:10 ഇതുവരെ അലേർട്ട് അടിച്ചിട്ടില്ല. നമ്മൾ അലാറം ടച്ചിട്ടുണ്ട് ട്രേഡിന്. അതിൽ കിട്ടിയില്ല. അപ്പോൾ നോക്കാം ലെറ്റ്സ് വെയിറ്റ്. ഞാൻ വണ്ടി പോയി നല്ല ഫുഡ് എടുത്ത് കഴിച്ചടിപൊളിയാക്കാം. ഞാൻ പിന്നെയും തിരിച്ചിങ്ങോട്ട് പോകുന്നു. ചായ എടുക്കാൻ പറഞ്ഞു ഈ കുതിരന്റെ കാര്യം. അപ്പം ഇനി ഒന്നുകൂടി പോയി ചോറെടുത്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് എടുത്തു. ഫുഡ് വണ്ടിയിൽ നിന്ന് എടുത്ത് പോയിന്റ് വെക്കാം നമ്മളെ സ്ഥലത്തേക്ക്. ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. ഇതുവരെ ട്രേഡൊന്നും അലേർട്ട് അടിച്ചില്ല. നോക്കാമേ കിട്ടുമായിരിക്കും. ജസ്റ്റ് ഓരോണ്ട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം ഓരോ ഫുഡ് കഴിക്കണോന്ന്, അല്ലെങ്കിൽ നമ്മളെ ഫുഡൊന്ന് ഓൽക്ക് കൊടുക്കേനി. നമ്മൾ ആർട്ടിസ്റ്റാണിത്, ആർട്ടുകൾ കാണാം. ഓ ഏതാ വ്യൂ ഒക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുക. നിങ്ങൾ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇപ്പരം കഴിക്കാം. നമ്മൾ കൊണ്ടുവന്നിനി. യെസ് അതാ ഞാനവിടെ കാത്തിക്കണ ഫുഡ് കഴിക്കാനും വേണ്ടി. വെള്ളം കഴിച്ച് അങ്ങേയറ്റം എത്തി പോകുന്നുണ്ട്. നീ അതില്ല വേണ്ട കടലാ നോക്കട്ടെ. തരൂല ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ ചോറും വേറെ എന്തോ സാധനം എന്നിട്ടാണോ ബേക്കറി നായി കച്ചട്ടോ. വെഹിത്തലല്ലേ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അടുത്ത കട ഒന്നുമില്ല. ഇവിടെ നായി അച്ഛല്ലേ റൈഡൊക്കെ എൻ്റെ അലേർട്ട് അടിച്ചു നോക്കിയാ ഞാൻ പറയുന്നത് ഇല്ല അടിച്ചില്ല. അപ്പം പിന്നെ നമ്മളിപ്പോൾ ടീമിനെ വരച്ച ആ എടുക്കുമ്പോഴേ കരക്ക് അടിച്ച സ്റ്റാച്ചു നിൽക്കണ്ടല്ല നീങ്ങില്ല. മാർക്കറ്റ് മൊത്തം സർപ്രൈസ് ഒന്നും എന്താ. അതെ നേപ്പാളിയും ബംഗാളിയും കിട്ടുക
നമുക്ക് നേപ്പാളിൽ പോയിക്കാണ്. അതിന്റെ ആവശ്യം ഉണ്ടാവില്ലോ. എന്താ പൂതി. നേപ്പാളിൽ പോയിട്ട് വേണം നീ നല്ലൊരു കളി കളിക്കാ. അയ്യോ ദാടം ദാടം. ഹെഡ് സ്റ്റാൻഡ് എടുക്കും. ഇഞ്ചി ഓടുന്നെങ്കിലും എടുത്തു. ഇവിടെ നിന്ന് എടുത്താല് അതിന്റെ കാടുള്ളൂ ആൾക്കാര്. നമുക്ക് എല്ലാം വേണ്ടിയതാ നോക്കിക്കണോ ഞാൻ ചെയ്തൂടെ. അത് ചെയ്തോടെ ഞാനോ എനിക്ക് നാട് മറിഞ്ഞു വെക്കരുതിട്ടോ. ചേർന്നിക്കണ സ്ഥല അത് കണ്ടാണ്. അത് കറക്റ്റ് കിട്ടിയത്. നമ്മളോട് കഴിയില്ലപ്പോ അടുത്ത നോക്കാം. ആ പുല്ലൊക്കെ ഒഴിവാക്കിയോളാം. അതാ മുടിമലൊക്കെ എറിയണമെന്നുണ്ട്. നാളത്തെ എനിക്കൊന്നുമില്ല. എന്റെ അടിച്ചാൻ ഷോ ഓഫ് ചെയ്യില്ലെന്ന് പറഞ്ഞു. പിന്നെ എത്തിനാ സാധനമൊക്കെ പഠിച്ചു. 5 മിനിറ്റ് എപ്പോഴും നെഞ്ചു കൊണ്ട് ടൈം കഴിഞ്ഞു. അവനും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇരുത്തിരിക്കുന്നത്. പിന്നെ പെരയിലാകുമ്പോ ചെയർമാനല്ല മൈക്കല് നമുക്ക് ഇത്ര നെക്സ്റ്റ് വെയിറ്റ് 4:30 ആയിക്കോട്ടെ. 4:45 കഴിഞ്ഞു. അതെ ചാടാൻ വേണം. അർഷദ് ഇറങ്ങി കേക്കണ്ടോ? ഏതോ സ്ഥലം നോക്കിയാണ് നിങ്ങള്. ഏകദേശം വരണം. ഏകദേശം ഇപ്പോൾ 4:30 മണിയായി. 4:30 വൈകുന്നേരം. നമ്മളിപ്പോഴും കരിയത്തുമാർ തന്നെ പോയില്ല. അപ്പം എന്താ പറയുക, പിന്നെ ഇന്ന് ട്രേഡ് മര്യാദയ്ക്ക് ഏതും വിടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച പവലിൻ്റെ ന്യൂസ് വന്നപ്പോൾ തന്നെ ട്രേഡിംഗ് ഉള്ളവർക്ക് അറിയാം. വെള്ളിയാഴ്ച പവലിൻ്റെ ന്യൂസ് വന്നപ്പോൾ തന്നെ USD പേഴ്സൊക്കെ അമ്മാതിരി ഹൈയും പോയി, JPY പേഴ്സൊക്കെ അമ്മാതിരി ഡൗണും വന്നു. അപ്പോഴേ എനിക്ക് ഉറപ്പായി തിങ്കളാഴ്ചത്തെ ട്രേഡ് കണക്കാണ്, കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് GBP USD പിന്നെ വേറെ ഏതൊരു പേരിലും 2 ചാൻസ് ഉണ്ട്. സെല്ലും ബൈയായിട്ടൊരു ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ വെച്ച അലേർട്ട് ഇതുവരെ അടിച്ചില്ല. ഈ ന്യൂ യോർക്ക് സെഷനിൽ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് രാത്രി. ഇപ്പം ഇതുവരെ ആയിട്ട് അടിച്ചില്ല. നമ്മളിപ്പോൾ എപ്പോൾ നോക്കിയാണ് 9 മണിക്ക് മാർക്കറ്റ് ചെയ്തിരുന്ന് ഇപ്പോൾ അറൗണ്ട് 4:30 ആയില്ലേ. ഈ സമയം വരെ ഒരു ട്രേഡും കിട്ടില്ല. പ്രശ്നമല്ലേ, മാർക്കറ്റല്ലേ, നമ്മൾ ട്രേഡ്സ് നല്ല ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ഇപ്പം ഇന്നുള്ളത്. അപ്പോൾ ഇനി ഏതായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. ഇനി ഇറങ്ങിയിട്ട് ബാക്കി രാത്രി നോക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വേണം പോവാണ്, വഴിയെത്തുമാരെന്ന് പോവാണ്. കർഷാനിൽ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുക. ചേനല്ല മൂടില്ല. മൂട് ഞാൻ അവിടെ പറഞ്ഞ അടിച്ചാൻ്റെ അടുത്ത് അതിനൊന്നും മൂടില്ല. അപ്പം ഇനി ഇവിടുന്ന് വിടുക. ഇനി ചിലപ്പം എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പം ഇവിടെ വീട് വൈകിട്ടപ്പോ അല്ലേ, ചിലപ്പോൾ അങ്ങനത്തെ പോകുമ്പത്തില്ലെങ്കിൽ നമ്മളൊക്കെ ഇടും. അപ്പൊ രാത്രി ട്രേഡ് ഉണ്ടെങ്കിൽ അവിടെ അമ്മ ഇൻക്ലൂഡ് ആക്കാം, അല്ലെങ്കിൽ ഇവിടെ വൈകിട്ടപ്പ് ആയിട്ട് മക്കളെ. ഓക്കെ, അപ്പൊ ശരി എന്നാ. ഓരോ ഇത് നോക്കിയാണ് നിങ്ങൾ അവൻ്റെ വാച്ച് പോയാലോ. അപ്പോൾ അത് തപ്പി കുത്തിറക്കുക പോവാൻ നേരത്ത്. അവിടെ നമ്മൾ നേരത്തെ കണ്ടിൻ്റെ ചങ്ക് അവിടെ തപ്പുണ്ട് അവൻ്റെ വാച്ച് കൂതൻ്റെ ഒരു പാണ്. അപ്പോൾ നമുക്ക് ഫൈനലി ഒരു ട്രേഡ് കിട്ടി ഇന്ന്. GBP USDയിലാണ് കിട്ടിയത്. കാണിച്ചു തരാം. ഇവിടെ GBP USDൻ്റെ ചാർട്ട് എടുക്കാൻ നമുക്ക്. ചാർട്ട് കണ്ടോ അവിടെ നിന്നൊരു സെല്ല് പോയി. ഓക്കെ, ടാർഗറ്റ് എന്തൊക്കെ വെച്ചാണ്. ഇനി ട്രേഡിംഗ് വ്യൂക്ക് കയറുകയാണെങ്കിൽ
എന്താ ഇങ്ങനെ ഒരു എൻട്രി. റേഞ്ച് ഭയങ്കര ഷോക്കാണ് ഇവിടെ. ഒരു എൻട്രി ഉണ്ട്, അവിടെ ഒരു സെൽ എൻട്രി ഉണ്ട്. ഇതാ ഞാൻ ഏതായാലും പ്ലേസ് കിട്ടണം. ഞാൻ അറിയാം ഒന്നറിയാം എന്താ ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയും ചെയ്യാം SL ഹിറ്റാവോ TP ഹിറ്റാവോ എന്നുള്ളത്. അങ്ങനെ ഇന്നലത്തെ ട്രേഡ് എന്തായിന്ന് ഇപ്പം നമുക്കറിയാം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഇന്നലെ നമ്മൾ കാട്ടായില്ല വീഡിയോസ് ഒന്നും. കാരണം ഈ ചെങ്ങായിൻ്റെ വാച്ച് പോയിട്ട് അത് തപ്പേനി ഇന്നലെ. ഇത് മറ്റേ എൻട്രി കാണിച്ചു കൊടുത്താ നമ്മൾ എൻട്രി ചെയ്തിട്ട് എന്താ തങ്ങൾക്ക് പറയാനുള്ള ഇനി ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. നമ്മളുടെ TP അപ്പോൾ ഹിറ്റായി.